ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ലിവർ ഹെൽത്തി ആയിട്ടാണോ ഇരിക്കുന്നത് എന്നാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ലിവർ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് വാശി പിടിക്കുന്നത്? പ്രധാനമായിട്ടും ലിവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ബ്ലഡിലെ ടോക്സിൻസ്, വേസ്റ്റ് പുറന്തള്ളുക, അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ, പ്രത്യേകിച്ച് ബൈലിന്റെ ഹെൽപ്പോടുകൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുന്നു? പ്രോട്ടീൻ, ഫാറ്റ്, ഷുഗർ ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ലിവറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ലിവറിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കുന്നു, അതേപോലെ തന്നെ സ്കിന്ന് ചുളുങ്ങുന്നു, വയസ്സാവുമ്പോൾ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നു. അതേപോലെ നമ്മുടെ വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇത് ഒരു പ്രശ്നം തന്നെയാണ്. അതായത് എന്താ, നമ്മൾ ബാഹ്യമായിട്ട് കാണുകയാണ്, ഓക്കെ എനിക്ക് വയസ്സായി, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം എൻ്റെ മുടി നരച്ചത്, എൻ്റെ ഭംഗി കുറഞ്ഞു പോകുന്നത് എന്നൊക്കെ. അതുപോലെ നമ്മുടെ അവയവങ്ങൾക്കും വയസ്സാകുന്നുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ലിവറിന് അല്ലെങ്കിൽ ഓരോ അവയവങ്ങളുടെ ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമുക്ക് വയസ്സാകുന്നു എന്ന് കാണിക്കുന്നു. അതായത് അതിൻ്റെ ഹെൽത്ത് അത്ര തന്നെ മോശമാകുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യകാലങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും നമ്മുടെ ലിവർ കാണിക്കുന്നില്ല. ലിവർ നമ്മുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു ദിവസം അത് കാണിക്കുവാണ്, ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരുന്നു, തളർച്ച വരുന്നു, പിന്നെ തീരെ ഒരു ബുദ്ധിമുട്ട്, ഡൈജഷൻ ശരിയാവാതെ വരുന്നു, ഗ്യാസ് കയറുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. ഇങ്ങനെ തുടങ്ങി ലിവർ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പതുക്കെ പതുക്കെ കാണിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ വലത്ത് ഭാഗത്ത്, വയറിന്റെ വലത്ത് ഭാഗത്ത്, വാരിയെല്ലിന് കീഴെ വലത് ഭാഗത്ത് നല്ല രീതിയിൽ ഒരു വേദന വരുമ്പോൾ ഡോക്ടർ എന്ത് പറയും? ഡോക്ടർ പറയും നമുക്ക് USG എടുക്കാം, അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാം. ഇപ്പൊ അടുത്ത് വന്ന ഒരു കേസാണ്. 20 വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. ഇവിടെ എറണാകുളത്ത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഹോസ്റ്റലിലുള്ള കുട്ടികളാണ്. അവർക്ക് ഞാൻ USG എടുത്ത് നോക്കിയപ്പോൾ ഇതേ പൊസിഷനിൽ വേദന കണ്ടുകൊണ്ട് മാത്രം USG എടുത്ത് വരാൻ പറഞ്ഞതാണ്. 2 പേർക്കും ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്തു. അപ്പൊ അതിനൊരു കാരണം, നിങ്ങളുടെ ഹെൽത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മോശമായതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. അവരുടെ ഹോസ്റ്റലിലെ ഫുഡ് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് അവർ എല്ലാ ദിവസവും രാത്രി മന്തി പോലുള്ള നല്ല ബിരിയാണി, മന്തി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. അത് എല്ലാ ദിവസവും തുടർന്ന് പിന്നീടാണ് ഇങ്ങനെ ഒരു വേദന വരുന്നതും എൻ്റെ അടുത്ത് വരുന്നതും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ വ്യത്യസ്തമായ ജീവിതശൈലിയാണ് ഈ ഒരു കുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ലിവർ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഡോക്ടറെ, കാരണം എന്താ, ഞാൻ മദ്യപിക്കുന്നില്ല, സ്മോക്കും ചെയ്യുന്നില്ല. ഇങ്ങനെ മദ്യപിക്കുകയും ചെയ്യുന്നില്ല, സ്മോക്കും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്ക് മാത്രം നല്ല ലിവർ കിട്ടണമെന്നില്ല. അതിനെയാണ് നമ്മൾ എന്താണ് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നാലും, അതായത് മദ്യം കുടിച്ചില്ലെങ്കിലും ചില കേസസിലെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണെങ്കിൽ നമുക്ക് പിടിപെടാനിടയുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? പ്രധാനമായിട്ടും ഈ ലിവറിന്റെ ചുറ്റും കൊഴുപ്പടിയുന്നത് തന്നെയാണ് ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന്റെ കാരണം. ഇനി അത് എന്തുകൊണ്ടുണ്ടാകുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊഴുപ്പടിയുന്നത്? പ്രധാനമായിട്ടും നമ്മൾ സെഡൻഡറി ആയിട്ടുള്ള ജീവിതശൈലി, അതായത് ഇരുന്നു കൊണ്ടുള്ള ജോലി, ഇരുന്നു കൊണ്ടുള്ള പഠിത്തം, ഇരുന്നു കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഒരു ഉച്ചയ്ക്ക് ചോറുണ്ണുന്നു, വീണ്ടും ഇരിക്കുന്നു, വൈകുന്നേരം രാത്രി ചിലപ്പോൾ 9 മണി 10 മണി ഉറങ്ങാൻ ലേറ്റ് ആവുന്നു, അതും ഒരു കാരണം. അതേപോലെ തന്നെ സ്ട്രെസ്, നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു അതായത് ജോലിയാണ് നമുക്കുള്ളതെങ്കിൽ അത് ഉണ്ടാകാം. അതേപോലെ തന്നെ നമ്മുടെ വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ കൊളസ്ട്രോൾ, അതായത് ഏത് വേണമെങ്കിലും ആവട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, അല്ലെങ്കിൽ പ്രഷർ ആകട്ടെ, ഷുഗർ ആകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടീഷൻ നമുക്കുണ്ട് എങ്കിൽ ഇതും എന്തിലേക്ക് നയിക്കുന്നു? നമ്മുടെ ബൈലിനെ പ്രശ്നത്തിലാക്കുന്നു, ലിവറിനെ ബുദ്ധിമുട്ടിക്കുന്നു, കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നു. ഇതൊരു മെഷീനാണ്. ഈ എല്ലാ മെഷീനുകളും ഒപ്പം ചലിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ജീവനുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ അത് അടുത്തതിനെ എഫക്ട് ചെയ്യും. കൊളസ്ട്രോൾ കൂടി പ്രശ്നം വന്നു, ഷുഗർ കൂടി ലിവറിനെ എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ ലിവർ പിന്നെ പ്രശ്നമായി, അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് പ്രശ്നം വന്നു. ഇങ്ങനെയാണ് തുടർന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് നമുക്ക് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അത് കൂടാതെ തന്നെ ഈ പറഞ്ഞ മാറ്റങ്ങൾ, അതായത് സെഡൻഡറി ലൈഫ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ നോക്കണം. ഭക്ഷണത്തിൽ പ്രോസസ്ഡ് ഫുഡുകൾ, പഞ്ചസാര പാനീയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മന്തിയുടെ കൂടെ നമ്മൾ കൊക്കക്കോള, ഇത് നല്ല ഷുഗറി ഡ്രിങ്ക് ആണ്. അതിൽ ഉപ്പും കൂടുതലാണ്, ഷുഗറും കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഡെയിലി കഴിക്കുക. ഇങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളും നമ്മളെ ഈ ഒരു ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നു.
അപ്പൊ ഡോക്ടർ എന്താണ് പറയുന്നത്? ഇത് ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ ആണ്, നിങ്ങൾ എക്സർസൈസ് ചെയ്താൽ മതി, ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും എന്താണ്, പിന്നീടും നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രേഡിലോട്ട് വരുന്നു. ചില സമയങ്ങളിൽ എന്താണ്, ഇത് ഇൻഫ്ലമേഷൻ ആകുന്നു, ലിവർ സിറോസിസ് വരാം, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരാം, ഈ ഒരു പുണ്ണുപോലെ ആയിട്ട് വരാം, ഇങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ വരാം. എന്ത് വേണമെങ്കിലും, ഏത് കോംപ്ലിക്കേഷൻസിലേക്ക് വേണമെങ്കിലും ഇതിന് പോകാനായിട്ട് ഇടയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ആണെങ്കിലും നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ ഒരു ജീവിത രീതിയിൽ വരുത്തണം. പ്രധാനമായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യാൻ നോക്കുക. ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെഡൻറ്ററി ലൈഫാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും രാവിലെയും രാത്രിയും കുറച്ചു നേരമെങ്കിലും എക്സർസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഭക്ഷണത്തിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, ബ്രൗൺ റൈസ്, ഓട്സ്, മില്ലറ്റ്സ് ഇതൊക്കെ ചേർക്കുക. നല്ല തരത്തിലുള്ള പ്രോട്ടീൻ, ഇറച്ചി, മീന് ഇതൊന്നും അധികം എണ്ണയില്ലാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫൈബർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബെറീസ്, ലീഫി വെജിറ്റബിൾ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പണ്ട് നമ്മൾ എങ്ങനെയാണോ പണ്ടൊക്കെ കഴിച്ചിരുന്നത് പോലെ തന്നെ അതിൽ തന്നെ ചോറിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് ബാക്കിയെല്ലാം കൂട്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് നല്ലപോലെ വെള്ളം കുടിക്കുക. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഉറക്കം കുറയുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനായിട്ടുള്ള ഒരു കാരണമാണ്. അതും നമ്മളെ ഇതിൽ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഇതിൽ കൊണ്ടുവരിക. പിന്നെ നമ്മുടെ വയറിന് ചുറ്റും ഇങ്ങനെ കൊഴുപ്പ് അടിയുന്ന ടെൻഡൻസി ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 40 വയസ്സോടുകൂടി എന്തായാലും നിങ്ങൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ബ്ലഡ് ചെക്കപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ ഇപ്പൊ അതും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു 20-25 വയസ്സ് മുതലേ ഇപ്പൊ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ ഭക്ഷണ രീതികളെല്ലാം മാറിക്കഴിഞ്ഞു. നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് സ്ട്രെസ് ലെവൽ ആണെങ്കിലും ഉറക്കത്തിന്റെ മോശമായ ഉറക്കവും ഒക്കെ ഇതിലോട്ട് നയിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ലിവർ ശരിയായിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ, നമ്മൾ കാണുന്ന ഭാഗങ്ങൾ വയസ്സാവാതിരിക്കാൻ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളുടെ വയസ്സും കുറഞ്ഞിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക്